പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പഠനമുറികളിലെ ഇന്റർനെറ്റ് സൗകര്യങ്ങളും അതുപോലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇക്കാലയളവിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ ത്രിവേണിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ യാതൊരു സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പഠനമുറികളുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും കമ്പ്യൂട്ടറുകളൊക്കെ കേടായിരിക്കുകയാണെന്നുള്ള ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ കേരളത്തിൽ 364 പഠനമുറികളാണ് 2017-18 കാലഘട്ടത്തിലായിട്ട് അനുവദിച്ചത്. ഈ പഠനമുറികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ 15,000-ഓളം കുട്ടികളാണ് കേരളത്തിൻ്റെ വിവിധ വനപ്രദേശങ്ങളിൽ ഈ സാമൂഹ്യ പഠനമുറികളിൽ പഠനം നടത്തുന്നത്. ഇവർക്ക് അവിടെ ചെയ്യേണ്ടുന്ന കമ്പ്യൂട്ടർ, അതുപോലെ ലാപ്ടോപ്പ്, അതുപോലെ കറണ്ട് കണക്ഷൻ, ശുചിമുറി, ഇത്തരം സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ പ്രോജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ അതിൻ്റെ തുടക്കം ഇത് ഉണ്ടായിരുന്നെങ്കിലും, തുടക്കത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ വർഷങ്ങൾ കഴിയും തോറും ഇതിൻ്റെ മെയിൻ്റനൻസുകളൊന്നും ചെയ്യാത്തത് കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും നിശ്ചലമായിരിക്കുകയാണ്. ഞങ്ങളെ കുട്ടികളെ സംബന്ധിച്ച് അവർ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം വൈകിട്ട് 4 മണിക്ക് ഗോത്രസാരഥിയും അതുപോലെ മറ്റ് ബസ്സുകളിലുമൊക്കെ ഈ കാട്ടിനുള്ളിലേക്ക് വരുന്ന കുട്ടികൾ നേരെ പോകുന്നത് ഈ പഠനമുറിയിലേക്കാണ്. അവിടെ നടക്കുന്ന പഠനമാണ് മെച്ചപ്പെട്ട പഠനം എന്ന് പറയുന്നത്. ഈ പഠനമുറികൾ തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ മേഖലയുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് വലിയൊരു പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഈ പട്ടികവർഗ വകുപ്പ് പണ്ടുണ്ടായിരുന്നിട്ടും ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുകയോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുകയോ ചെയ്തുകൊണ്ട് ഈ സ്ഥാപനങ്ങളെയെല്ലാം നിശ്ചലമാക്കിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 7 മാസങ്ങൾക്ക് മുമ്പ് വളരെ വിശദമായ വിവരാശങ്ങൾ എടുത്തുകൊണ്ട് ഓരോ സെൻറ്ററിൻ്റെ അതിൻ്റെ അവസ്ഥകളൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡയറക്ടർക്കും എല്ലാവർക്കും ഞങ്ങൾ കൃത്യമായി പരാതി കണക്ക് സഹിതം ഞങ്ങൾ കൊടുത്തതാണ്. എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടാവാൻ ഇതുവരെയായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരെ ലോകായുക്തയെ സമീപിക്കുകയാണ് ചെയ്തത്. എല്ലാ കണക്കുകളും എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടെ ഞങ്ങൾ ലോകായുക്തയെ സംബന്ധിച്ച് അങ്ങനെ ലോകായുക്തയാണ് ഞങ്ങളെ ഈ പറയുന്ന പരാതികൾ ജെന്യൂനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കൊടുത്ത കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോകായുക്ത ഇപ്പോൾ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എൻ്റെ കോപ്പി ഞാൻ പത്രങ്ങൾക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ, അതായത് 364 പഠനമുറികളുടെയും ശോചനീയ അവസ്ഥ മാറ്റി എല്ലാം പ്രവർത്തനക്ഷമമാക്കണം. അങ്ങനെ ആക്കിക്കൊണ്ട് 6 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി ലോകായുക്തയ്ക്ക് കൊടുക്കണമെന്നാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയും നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളത് ഈ പട്ടികവർഗ വകുപ്പിൻ്റെ ഒരു നിലപാടാണ്. അതിനെതിരെ ഞങ്ങൾ വീണ്ടും ശക്തമായി തന്നെ അതിനകത്ത് പ്രതികരിക്കാനും അതുപോലെ വേണം കോടതിയെ സമീപിക്കാനും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇപ്പം ഞങ്ങൾ 1ാം ഘട്ട വിജയം ഞങ്ങൾക്ക് ആയിട്ടുള്ളൂ. 2ാം ഘട്ടം എന്ന് പറയുന്നത് ഇതാരാണോ ഈ പൈസ കൊടുക്കാതിരുന്നത്, ഇത് നശിപ്പിച്ചത്, ഇത് മെയിൻ്റനൻസ് ചെയ്യാതിരുന്നത്, ഈ സ്ഥാപനങ്ങൾ പൂട്ടിക്കാനുള്ള ഉത്തരവാദിയായിട്ടുള്ള ഏത് ഉദ്യോഗസ്ഥനായിരുന്നാലും അദ്ദേഹത്തിന് ആ ഉദ്യോഗസ്ഥനെതിരെ പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണം. അതിലൂടെ നിയമമുണ്ട്. ആ നിയമപ്രകാരം കേസെടുക്കണമെന്നുള്ള കാര്യം കൂടെ ഞങ്ങൾ അടുത്ത കേസ് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പട്ടികവർഗ ഫണ്ട് ഉപയോഗിച്ച് ശമ്പളം പറ്റുന്ന സർവൻ്റായിട്ടുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ എത്രയും പെട്ടെന്ന് ഈ വകുപ്പ് നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ ഇവരെ ഇവിടുന്ന് പിരിച്ചുവിടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഈ ഏറ്റവും വളരെ പരമപ്രധാനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. എന്തായാലും ഇത് ഗുരുതര ആരോപണം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല, കുടിവെള്ളമില്ല, ശുചിമുറി സൗകര്യങ്ങളില്ല. ഈ കമ്പ്യൂട്ടറുകൾ കേടായിട്ടും ഇതുവരെ യാതൊരു നടപടികളുണ്ടായില്ല. അപ്പോൾ അത് വലിയ ഒരു ആരോപണം തന്നെയാണ്. അപ്പോൾ ഈ പട്ടികവർഗ വകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥർ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തണം എന്നതാണ് പറയാനുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയാനുസ്, തിരുവനന്തപുരം.